അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ ഫസ്റ്റ് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് എങ്ങനെയാണ് പോകണേന്ന് പോലും അറിഞ്ഞില്ല. അത് ഏതെങ്കിലും ഹോട്ടലിൽ കഴിച്ചിട്ട് വേണം. ബസ്സിൽ കയറി പിന്നെ പോകാൻ സാധിക്കത്തില്ല. ഓട്ടോ പിടിക്കാൻ വേണ്ടിയുള്ളൊരു ഓട്ടോ ഇങ്ങനെയാണ് പുറത്തിറങ്ങുന്നത്. ഊബറാണെങ്കിൽ എന്താ പറയുക, കിട്ടണില്ല എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സ്റ്റേഷനിലോട്ടുണ്ട്, അതാണ് ക്യൂ നിൽക്കണമെന്ന്. അതേപോലെ പുറത്ത് പോയി ഇരിക്കുന്നത്. ഒരു ബസ് കിട്ടിയിരിക്കണം. പക്ഷേ ബസ് 12:40 35 മിനിറ്റ് ബസ്സിലാണ് ഇവരൊക്കെ ഇവിടെ ഇന്നലെ മുതൽ 34. നമ്മൾ കൽപ്പറ്റയിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് മാനന്തവാടി പോവും. അവിടെ നിന്ന് ബസ് കയറി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകും. കോഴിക്കോട് തന്നെ ഡയറക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ മൈസൂർ ബസ്സിൽ ഇവിടെ ഇറങ്ങി. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പം സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ വന്നിരിക്കുകയാണ്. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കൽപ്പറ്റയിൽ നിന്ന് മാനന്തവാടി ബസ് കയറി. ഫോണിൽ ചാർജ് പോലും ഇല്ലായിരുന്നു. ചാർജ് പോലും ഇല്ലാത്ത സമയത്താണ് ഞാൻ മറ്റേ താമരശ്ശേരി ചുരയുടെ വിഷ്വൽസ് എല്ലാം ഞാൻ എടുത്തത്. എന്നിട്ട് ഞാൻ ബസ് കയറി ഫോൺ കുത്തിക്കൊണ്ട് തന്നെ ഉള്ള ചാർജ് പോകുമെന്ന് വെച്ച് ഫോൺ പോക്കറ്റ് വെച്ചിട്ട് നല്ലൊരു ഉറക്കമായിരുന്നു. പിന്നെ കോൾ വന്നപ്പോഴാണ് എണീച്ചത്. പിന്നെ അവിടെ നിന്ന് നേരെ എന്താ പറയുക, ഒരു ജ്യൂസ് കുടിച്ചിട്ട് തിരുനെല്ലി ബസ് കയറി ഇവിടെ വന്ന് ഞാനിപ്പോൾ താമസിക്കുന്ന ഹോട്ടൽ അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഫോണിൽ ഒട്ടും ചാർജില്ല, 4% എന്തേ ഉണ്ടായിരുന്നു. അപ്പം ഫോൺ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് കുളിച്ച് ഇവിടെ അടുത്ത അമ്പലം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ. 1.5 കിലോമീറ്റർ നടന്ന് അമ്പലത്തിൽ പോയിട്ട് നാളെ രാവിലെ വീണ്ടും പോകണം.
വീണ്ടും പോയിട്ട് ഇവിടെ തന്നെ ഡീലറുണ്ട്, വേറെ ഇതെടുക്കാം. റൂമിൽ വന്നതേ ഉള്ളൂ, ഫോണിപ്പം ചാർജായി വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇനി എത്ര മണിക്ക് ഇവിടെ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 4:30 വണ്ടി, നാളെ വൈകിട്ട് 4:30 വണ്ടി. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 12 മണിക്കെങ്കിലും കോഴിക്കോട് എത്തിയ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് കോഴിക്കോട് ലുലു മോളുള്ളത്. കൊച്ചി ലുലു മോളിലും തിരുവനന്തപുരം ലുലു മോളിലും പോയിട്ടുണ്ട്. കോഴിക്കോട് വന്ന സ്ഥിതിക്ക് ഒന്ന് നോക്കണം, പറ്റുമെന്ന് നോക്കണം. ആൻഡ് അഥവാ പറ്റിയില്ലെങ്കിൽ നമ്മളിത് നേരത്തെ ഇറങ്ങാൻ കാരണം താമരശ്ശേരി ചുരത്തിൽ എന്തെങ്കിലും പണി കിട്ടി പിന്നെ ട്രെയിൻ പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതാണ്. അപ്പം എന്താ പറയുക, അപ്പം അത് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഉറങ്ങിയ സമയത്ത് പാസ് ചെയ്ത് പോയാൽ അത് നാളെ പകൽ വീണ്ടും. അപ്പോൾ ആ വിഷ്വൽസ് എല്ലാം ഞാൻ കാണിക്കാം. അപ്പോൾ ബൈ.